Good afternoon. Good afternoon, Miss. Okay. Good afternoon, Miss. Good afternoon, Miss. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരുന്നോ? ലഞ്ച് കഴിഞ്ഞോ എല്ലാവരുടെയും? Yes, Miss. കഴിഞ്ഞു അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സില് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞിരുന്നു അല്ലെ. 24 എണ്ണമാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയിരുന്നു. നമുക്കതിന് 12 എണ്ണം അതിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് പഠിക്കാനായിട്ടുള്ളത്. അതിൽ 3 എണ്ണം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ. ഏതൊക്കെയായിരുന്നു? ലബോറട്ടറി സർവീസുകൾ അല്ലെ, പിന്നെ എന്തായിരുന്നു? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, CSST. ഇത്രയും 3 എണ്ണമാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ലബോറട്ടറി എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ 6 മെയിൻ ഫീൽഡുകൾ അവിടെ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ബാക്ടീരിയോളജി, അതുപോലെ തന്നെ ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സെറോളജി, ഹെമറ്റോളജി, സൈറ്റോളജി, അങ്ങനെ 6 മേഖലകളില് എന്താണ് ലാബ് ഫങ്ഷൻസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നൊരു ഡയഗ്നോസ്റ്റിക് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലബോറട്ടറി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, പിന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണ്? എക്സ്റേ, സ്കാനിങ്ങുകള് അല്ലെ, അതുപോലെ തന്നെ ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോട്ടോപ്സുകൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഇമേജിംഗ് മെത്തേഡുകളാണ് ഇതിനകത്ത് വരുന്നത്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നത് അല്ലെ. ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടുന്ന എക്യുപ്മെന്റുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ. എക്സ്റേ മെഷീൻസ് ഉണ്ടായിരിക്കും, CT സ്കാൻ മെഷീൻ ഉണ്ടായിരിക്കും അല്ലെ. CTയുടെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞിട്ടോ, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ MRI അല്ലെ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, പിന്നെ എക്കോ കാർഡിയോഗ്രാം അല്ലെ, പറഞ്ഞില്ലേ, അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൃദയത്തിന്റെ ഇമേജ് ഒക്കെ എടുക്കുന്ന ആ ഒരു എന്താ പറയുക സംവിധാനമാണ് കേട്ടോ എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ദെൻ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. ഓക്കെ, ഇത്രയും എക്യുപ്മെന്റ്സുകളാണ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് CSST ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. CSSTയുടെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് പേരിൽ തന്നെ കിടക്കുന്നുണ്ട് അല്ലെ. സ്റ്റെറൈൽ എന്ന് വെച്ചാൽ എന്താ? അണുവിമുക്തമാക്കി സൂക്ഷിക്കുക അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സുകള്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റുകള്, ഇവയെല്ലാം തന്നെ അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണിത് CSST എന്ന് പറയുന്നത് കേട്ടോ. CSSTയുടെ ഫുൾ ഫോം പലതവണ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇതുവരെയാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. Okay, Miss. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗം നോക്കാം. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണേ. നെക്സ്റ്റ് കേട്ടോ, 4ാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. എന്താണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്? എന്തായിരിക്കും ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ ക്ലീൻ ആയിട്ടും നീറ്റ് ആയിട്ടും സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ ശ്രീലക്ഷ്മി. മൊത്തത്തിൽ എന്താണ് ഹോസ്പിറ്റൽ വളരെ ക്ലീൻ ആയിട്ടും നീറ്റ് ആയിട്ടും സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ലോണ്ടറി ഐറ്റംസ് അല്ലെ, എന്നുവെച്ചാൽ പേഷ്യൻസ് ഉപയോഗിക്കുന്ന ബെഡുകള്, ബെഡ്ഷീറ്റുകൾ, അതുപോലെ പില്ലോ കവർ, കർട്ടനുകൾ, അങ്ങനെയുള്ള തുണിത്തരങ്ങളൊക്കെ വൃത്തിയാക്കാം. പിന്നെ നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ റൂമും ആ ഭാഗങ്ങളൊക്കെ എപ്പോഴും അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അതുപോലെ വേസ്റ്റുകളൊക്കെ അവർ കളക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് അവർ ഡിസ്പോസ് ചെയ്യും. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഹോസ്പിറ്റലിനെ മൊത്തം ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, ഇതും CSST തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. CSST എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളും ഇൻസ്ട്രുമെന്റുകളും എന്താണ് അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതാണ് CSST.
അതേസമയം ഒരു ഹോസ്പിറ്റൽ മൊത്തത്തില് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, നമുക്കതൊന്ന് വായിക്കാം. Housekeeping department. This department takes the charge of keeping the hospital clean and neat. Underline ചെയ്തു വെച്ചോ കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്തു വെച്ചോളൂ. The department takes the charge of keeping the hospital clean and neat. അല്ലെ, ഹോസ്പിറ്റൽ മൊത്തത്തിൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നത് ഇൻചാർജ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഹൗസ് കീപ്പിംഗിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനായിട്ടുണ്ട്. ഇനി നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് doing the laundry and cleaning all the rooms of hospital and effectively disposing of medical waste according to the strict hospital disposal procedures. അത് മാത്രമല്ല, നമുക്കറിയാം ഹോസ്പിറ്റലില് ലോണ്ടറി ഐറ്റംസ് നേരത്തെ പറഞ്ഞില്ലേ, ബെഡ്ഷീറ്റുകള്, പില്ലോ കവറുകള്, രോഗികൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളും മറ്റും, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള എല്ലാ റൂമുകളും അല്ലെ, അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ എന്താണ്, കൃത്യമായിട്ടുള്ള ഹോസ്പിറ്റൽ ഡിസ്പോസൽ പ്രൊസീജിയറുകൾക്ക് അനുസൃതമായിട്ടുണ്ട് മെഡിക്കൽ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യുക അല്ലെ. അതായത് നമുക്കറിയാം മെഡിക്കൽ വേസ്റ്റുകൾ ധാരാളമായിട്ട് വരും. അത് തോന്നിയ രീതിയിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടില്ല അല്ലെ. അതിന് കൃത്യമായിട്ടുള്ള എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഹോസ്പിറ്റലിൽ. ആ ഒരു ഹോസ്പിറ്റലില് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസൃതമായിക്കൊണ്ട് മെഡിക്കൽ വേസ്റ്റുകൾ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താണുള്ളത്? ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. നമ്മൾക്കെന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും വളരെ ഡീപ്പായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. എന്താണ് ആ ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് കേൾക്കുമ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളൊരു ഐഡിയ, ഒരു എന്താ പറയാ ഒരു ജനറൽ ഐഡിയ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരുന്നത്. ഇപ്പൊ നമുക്ക് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, ലബോറട്ടറി, റേഡിയോളജി, ഇതൊക്കെ ഇങ്ങനെ CSS, ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ഒരു ചാപ്റ്ററിനകത്ത് മൊത്തത്തിൽ നമുക്കൊരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയുള്ള കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ബ്രാക്കറ്റിൽ കേറ്ററിംഗ് ഉണ്ട് അല്ലെ. എന്തായിരിക്കും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലെ ഭക്ഷണ സേവനങ്ങളൊക്കെ എന്താണ് മാനേജ് ചെയ്യുന്ന, പ്രത്യേകിച്ച് അവിടുത്തെ ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും മെഡിക്കൽ സ്റ്റാഫുകൾക്കും അതുപോലെ ഹോസ്പിറ്റലിൽ വരുന്ന വിസിറ്റേഴ്സിനും ഒക്കെ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫുഡ് സർവീസുകൾ അല്ലെ, ഡയറ്ററി സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വായിക്കാം നമുക്ക്. This department provides food services to inpatients, their families, and staff of the hospital based on a nutritional menu provided by the nutrition department. Underline ചെയ്ത് വെച്ചോ കേട്ടോ. ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ന്യൂട്രീഷണൽ മെനു പ്രകാരം നമ്മുടെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസുകൾ, അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ്, അവരുടെ കൂടെ നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സുകള്, മറ്റുള്ള സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സേവനങ്ങൾ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു തോന്നിയ രീതിയിലുള്ള ഒരു ഫുഡ് സർവീസ് ആണ് അവിടെ നടത്തുന്നത് അല്ല. ന്യൂട്രീഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ കൃത്യമായിട്ടുള്ള ന്യൂട്രീഷണൽ മെനു പ്രകാരമുള്ള ഭക്ഷണ സേവനങ്ങളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നോക്കാം. The dietitian is a member of the health team and works closely with the nursing services personnel in meeting the patient's nutritional needs and in teaching. ഇതാണ് പറയുന്നത്, ഡയറ്റീഷ്യനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? അദ്ദേഹം ഒരു ഹെൽത്ത് ടീമിന്റെ തന്നെ ഭാഗമാണ് കേട്ടോ. നമുക്കറിയാം ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ആക്കാൻ വരുന്നത് ഡയറ്റീഷ്യൻ ആണ് അല്ലെ. അപ്പൊ ഒരു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ ആര് തന്നെയാണ്? അദ്ദേഹം ഒരു ഹെൽത്ത് പ്രൊഫഷണൽ തന്നെയാണ് കേട്ടോ. ഒരു ഹെൽത്ത് ടീമിന്റെ തന്നെ ഭാഗമാണ് ആര്? ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ തരുന്നുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ they work closely with the nursing services personnels. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളാണ് കേട്ടോ. അതായത് ഈ പറയുന്ന നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന രോഗിയുടെ പോഷകാഹാര ആവശ്യകതകളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട ഡയറ്റ് പ്ലാനുകളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് ആരാണ്? അതൊരു ഡയറ്റീഷ്യൻ ആണ് കേട്ടോ. അത് മാത്രമല്ല അതിനെ ടീച്ചിങ്, അവരെ ടീച്ച് ചെയ്യാന്ന് വെച്ചാൽ അവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? അവർക്ക് വേണ്ട ഡയറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാം അല്ലെ.
അതായത് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുക അല്ലെ. എല്ലാവർക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കും, എല്ലാവർക്കും എല്ലാ ഭക്ഷണവും ഒന്നും ചിലപ്പോൾ കഴിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഓരോ അസുഖമുള്ള ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ഫുഡാണ് അവർ ഫോളോ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കാർഡിയക് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. ഇനി ഇവർക്ക് തകരാറുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർ റീനൽ ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി ഒരു ബ്ലഡ് പ്രഷർ ഉള്ള ഒരാളാണെന്ന് ഇരിക്കട്ടെ, അയാൾക്ക് ഈ പറയുന്ന പോലെ ഉപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങളായിരിക്കില്ല, ലോ സോഡിയം ഡയറ്റ് വേണം അവർ ഫോളോ ചെയ്യാനായിട്ട്. അപ്പൊ ഓരോരുത്തരുടെ കണ്ടീഷൻ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് കൊണ്ടുള്ള ഡയറ്റ് വേണം അവർ ഫോളോ ചെയ്യാനായിട്ട്. അപ്പൊ അതിനാവശ്യമായുള്ള ഡയറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക, അതോടൊപ്പം ന്യൂട്രീഷണൽ പ്ലാനുകൾ തയ്യാറാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഹെൽത്ത് ടീമിന്റെ തന്നെ ഭാഗമാണ് ആരെന്ന് പറയുന്നത് ഡയറ്റീഷ്യൻ. ഓക്കെ, and he or she is responsible for the ordering of supplies and the supervision of all the staffs engaged in the preparation and the delivery of ഫുഡ്. അത് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഫുഡ് സപ്ലൈസുകളൊക്കെ ഓർഡർ ചെയ്യുന്നതും അല്ലെ, ഫുഡ് ഐറ്റംസുകളൊക്കെ ഓർഡർ ചെയ്യുന്നതും, അതുപോലെ ഈ പറയുന്ന ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിലും, അതുപോലെ ഡെലിവറി അല്ലെ വിതരണം ചെയ്യുന്ന സ്റ്റാഫുകളുടെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നതും ആര് തന്നെയാണ്? ഡയറ്റീഷ്യനാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് കേട്ടോ. വെറുതെ ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി കൊടുക്കല് മാത്രമല്ല, അതെന്ന് പറഞ്ഞ് വലിയൊരു ടാസ്ക് ആണ്. കാരണം എന്താണ്, രോഗികളുടെ ആവശ്യകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് അവർ തയ്യാറാക്കുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അതുപോലെ ഒരു ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ റിക്വയർമെന്റ്സിനനുസരിച്ച് കൊണ്ട് ഫുഡ് സപ്ലൈസുകൾ പർച്ചേസ് ചെയ്യുക. അതുപോലെ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയും വിതരണം ചെയ്യുന്ന ആളുകൾക്കൊക്കെ മേൽനോട്ടം വഹിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡയറ്റീഷ്യൻ ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് മനസ്സിലല്ല, അതും എന്താണ്? ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് കേട്ടോ. മെഡിക്കൽ സോഷ്യൽ വർക്ക് കേട്ടിട്ടില്ലേ നിങ്ങൾ? MSW എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? മെഡിക്കൽ സോഷ്യൽ വർക്കാണ് അല്ലെ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്തായിരിക്കും നമുക്കറിയാം അല്ലെ. അസുഖങ്ങൾ വരുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ട് നമ്മൾ ഒരുപാട് വീക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ, അസുഖം വരുന്ന ടൈം എന്ന് പറഞ്ഞാല്. അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോ ഇങ്ങനെ ബന്ധപ്പെട്ട, അതായത് നമുക്ക് വരുന്ന അസുഖങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ആശങ്കകള്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ ബുദ്ധിമുട്ടുകള്, ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അത് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും ഉള്ളൊരു പിന്തുണ നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ വായിക്കാതെ this department managed with the medical social workers helps the patients and their families deals with a broad range of psychosocial issues and stresses related to coping with illness and maintaining the health. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. എന്താണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്നാണ് അവിടെ പറയുന്നത്. അതായത് രോഗികളെ സംബന്ധിച്ച് അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ ആരോഗ്യം നിലനിർത്താനും, അതുപോലെ അസുഖങ്ങളെ നേരിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, സ്ട്രെസ്സുകള് അല്ലെ, സമ്മർദ്ദങ്ങള്, ആശങ്കകള്, ഉത്കണ്ഠകള്, അതിനെയൊക്കെ നേരിടാനായിട്ട് പേഷ്യൻസിനെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്ത് മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, സോഷ്യൽ വർക്കേഴ്സും ഇതിനകത്ത് അംഗങ്ങളായിരിക്കും. അവരെല്ലാവരും കൂടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള പിന്തുണ നമുക്ക് തരുന്നത് കേട്ടോ. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് അണ്ടർലൈൻ ചെയ്യാനുള്ളത്? അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫസ്റ്റത്തെ സെന്റൻസ് ആണ് കേട്ടോ. ഫസ്റ്റത്തെ സെന്റൻസ് ആണ്. This department managed with the medical social workers helps the patients and their families deals with a broad range of psychosocial issues and stresses related to coping with the illness and maintaining health. അത് അണ്ടർലൈൻ ചെയ്യുക. റിലേറ്റഡ് ടു കോപ്പിംഗ് വിത്ത് എന്ന് വെച്ചാൽ കോപ്പിംഗ് മീൻസ് നേരിടുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അസുഖങ്ങളുമായിട്ട് നേരിടേണ്ടി വരുന്ന ആ ഒരു മാനസിക സമ്മർദ്ദങ്ങളെയൊക്കെ എന്താ പറയാ നേരിടുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് മെഡിക്കൽ സോഷ്യൽ വർക്ക്. ക്ലിയർ ആണ്? ഓക്കെ, അടുത്ത് നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്രസ്സസ് ദ ചാലഞ്ചസ് ഫാമിലീസ് ഫേസ്, increase the accessibility to health care and serve as a bridge between the doctors and the individual, family and the
കമ്മ്യൂണിറ്റി. ചുരുക്കി പറഞ്ഞാല് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ഈ ഒരു പേഷ്യന്റിന്റെ ഫാമിലി അവര് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. അതിനെയൊക്കെ അവര് പരിഗണിക്കുന്നുണ്ട് അല്ലെ. അറിയാലോ, അസുഖം വരാന്ന് പറയുമ്പോൾ അത് നോർമൽ അല്ല, ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ വരിക എന്ന് പറയുന്നത് നമുക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. എല്ലാം കൊണ്ടൊരു വീക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോ ഈ പറഞ്ഞ ഫാമിലി ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസ് അല്ലെ, അതെല്ലാം കൃത്യമായിട്ട് അവർ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്രീസ് ദ ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ, അതായത് എല്ലാ ആളുകൾക്കും ആരോഗ്യ പരിചരണം ആക്സസബിൾ ആക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കും അല്ലെ. ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മൂലം ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുക ആ രീതിയിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ ആളുകൾക്കും ഒരു ഹെൽത്ത് കെയർ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. എല്ലാ ആളുകൾക്കും ഒരു ആരോഗ്യ പരിചരണം ലഭിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം, അവർക്ക് ആക്സസിബിൾ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ സെർവ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡോക്ടേഴ്സ് ആൻഡ് ദി ഇൻഡിവിജ്വൽ, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. അതുപോലെ ഈ ഡോക്ടേഴ്സിനും പേഷ്യന്റിനിടയിലും ഫാമിലിക്കും കമ്മ്യൂണിറ്റിക്ക് ഇടയിലും ബ്രിഡ്ജ് ആയിട്ട് ഒരു കണക്റ്റീവ് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ക്ലിയർ ആയാലോ? മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെയൊക്കെ നേരിടാനായിട്ട് സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫിസിയോതെറാപ്പി എന്നോ. ഏതാണ് ഫിസിയോതെറാപ്പി? നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ. എങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ കൊടുക്കുക? ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റുകൾ എങ്ങനെയുള്ളവർക്ക് നമ്മൾ പൊതുവെ കൊടുക്കുന്നത്? റീഹാബിലിറ്റേഷൻ പേഷ്യൻസിനെയാണ് അല്ലെ. പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ മൂലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റുകളോ ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊക്കെ പറ്റിയിട്ട് അവരുടെ ആ ഒരു നോർമൽ ഫംഗ്ഷൻ മാറിയിട്ടുള്ള രോഗികൾ ഉണ്ടായിരിക്കും അല്ലെ. അവരെ ആ ഒരു എന്താ പറയാ ഒരു പഴയ ഫംഗ്ഷനിലോട്ട്, അവരുടെ ഒരു നോർമൽ ഫംഗ്ഷനിലോട്ട് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മള് എന്താ പറയാ കൊടുക്കുന്ന സഹായങ്ങൾ, അത്തരം സഹായങ്ങൾ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. This department aims at rehabilitation patients. Underline ചെയ്ത് വെക്കാം ട്ടോ. എന്താണ്? This department aims at rehabilitation patients അല്ലെ. പുനരധിവാസ രോഗികള്, ഇവരെന്തെങ്കിലും രോഗം വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ പരിക്കുകളോ ഒക്കെ സംഭവിച്ചിട്ട് എന്താണ് അങ്ങനെയുള്ള ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അതിന് പുനരധിവാസ രോഗികളെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. കറക്റ്റ് ആണ് കേട്ടോ. ഇത് കറക്റ്റ് ആണ്. സ്ട്രോക്ക് വരുന്നവർക്ക് അല്ലെ, സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തളർന്നു പോകും അല്ലെ. ചില ആളുകൾ കംപ്ലീറ്റ് തളർന്നു പോകുന്നവരുണ്ട്, ചില സൈഡുകളൊക്കെ തളർന്നു പോകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നോർമൽ ഫംഗ്ഷനിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ ഫിസിയോതെറാപ്പി ചിലപ്പോൾ മാസങ്ങളോളം നമ്മൾ ചെയ്യേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യോ കാലോ ഒടിയുക അങ്ങനെയൊക്കെ സംഭവിച്ച കേസുകൾ നമുക്ക് ഫിസിയോതെറാപ്പി ആവശ്യമായിട്ട് വരും അല്ലെ. ഓക്കെ, അപ്പൊ നോക്കുക. മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അപ്പൊ കൂടുതലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ടാണോ, മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊന്നും കണക്ഷൻ ഇല്ല? പക്ഷെ കൂടുതലും കണക്ഷൻ എന്തുമായിട്ടാണ് വരുന്നത്? ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ നമുക്ക് പറയാം ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ടും കണക്ഷൻ വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ന്യൂറോൺ സംബന്ധമായിട്ട് നമ്മൾ പഠിച്ചതാണ് ന്യൂറോളജി അല്ലെ. ന്യൂറോൺ സംബന്ധമായിട്ട് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്കോമോട്ടീവ് പ്രോബ്ലംസുകളൊക്കെ വരും അല്ലെ. ചലനശേഷിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന പോലെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ പക്ഷെ കൂടുതലും എന്തുമായിട്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. Okay, this department offers a wide range of body healing therapy that will help a patient resume the normal function. അല്ലെ. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ഹീലിംഗ് തെറാപ്പികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഹീറ്റ്, കോൾഡ്, ഫിസിക്കൽ എക്സസൈസ്, അങ്ങനെ പല വിധത്തിലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹീലിംഗ് തെറാപ്പിയാണ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വന്നിട്ട് ഈ പറയുന്ന പേഷ്യൻസിന്റെ നോർമൽ ഫംഗ്ഷനെ പുനരാരംഭിക്കാനായിട്ട് അല്ലെ, റെസ്യൂം ചെയ്യാന്ന് വെച്ചാൽ എന്താ, പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിനെ സഹായിക്കുന്നു. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ കറക്റ്റ് ആണ്, മെയിൻലി ഫോർ സ്പോർട്സ്. അതെ,
This department offers the outpatient as well as the inpatient services. കേട്ടോ. അപ്പൊ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഔട്ട് പേഷ്യന്റ് സേവനങ്ങളും അതുപോലെ തന്നെ ഈ പേഷ്യന്റ് സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അഡ്മിറ്റ് ആയിട്ട് കൊടുക്കുന്ന സേവനങ്ങളാണെങ്കിൽ ആ രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും സേവനങ്ങൾ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. എന്ത് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഒന്നും നിങ്ങൾക്ക് അറിയാത്തല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് കേട്ടോ. ഓക്കെ, ഫിസിയോതെറാപ്പി. അടുത്തത് നോക്കാം നമുക്ക്. നെക്സ്റ്റ് വരുന്നതാണ് ഫാർമസി ആണ് കേട്ടോ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഫാർമസി. എന്താണ് ഫാർമസി? ഫാർമസി എന്താണ്? മരുന്നുകളൊക്കെ വിതരണം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ ഫാർമസി. മരുന്ന് വിതരണം മാത്രമല്ല കേട്ടോ, ഒരുപാട് സേവനങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഫാർമസി ചാപ്റ്ററിനകത്ത് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഫാർമസി നോക്കാം. Every hospital must be equipped with a pharmacy which provides drugs for the entire hospital. അല്ലെ, നമുക്കറിയാം ഒരു entire ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഡ്രഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് അത്യാവശ്യം എക്യുപ്ഡ് ആയിട്ടുള്ള ഫാർമസി എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ട് അല്ലെ. ഫാർമസി ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ ഇല്ല അല്ലെ. എല്ലാ ഹോസ്പിറ്റലിലും എന്തുണ്ട്? ഫാർമസി ഉണ്ട്. ഓക്കെ, ഇനി പണ്ടൊക്കെയാണ് പുറത്തോട്ട് എഴുതി കൊടുക്കുന്ന സംവിധാനം ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാ സംവിധാനം ഫാർമസി എവിടെ ഉണ്ടായിട്ട് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് അല്ലെ. ഓക്കെ, ഇറ്റ് നോട്ട് ഓൺലി പ്രൊവൈഡ്സ് ദ മെഡിക്കേഷൻ ഫോർ പേഷ്യൻസ് ബട്ട് ആൾസോ പ്രൊവൈഡ്സ് ദ other drugs and instruments used by all the departments in the hospital for the patient's care or surgeries. അല്ലെ, അപ്പൊ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് പേഷ്യൻസിന് മെഡിസിൻസ് മാത്രമല്ല കൊടുക്കുന്നത്, പിന്നെ എന്തും കൂടിയാണ് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും പേഷ്യന്റിന്റെ പരിചരണത്തിനും സർജറിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്? അവിടുത്തെ ഫാർമസിയാണ്. ഓക്കെ, പേഷ്യൻസിന് മരുന്ന് കൊടുക്കൽ മാത്രമല്ല ഫാർമസിയിൽ നടക്കുന്നത്. ആ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, അവിടെ എന്തൊക്കെ പേഷ്യന്റിന് എന്തൊക്കെ പരിചരണങ്ങൾ കൊടുക്കുന്നുണ്ടോ, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളും ഇൻസ്ട്രുമെന്റുകളും സപ്ലൈ ചെയ്യുന്നതും ആര് തന്നെയാണ്? അവിടുത്തെ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് ഈസ് റൺ ബൈ എ ഫാർമസിസ്റ്റ് അല്ലെ. അറിയാലോ, അപ്പൊ നമ്മൾ ഡയറ്ററി പറഞ്ഞപ്പോ ഡയറ്റീഷ്യനാണ് അവിടെ റോള് വരുന്നത് അല്ലെ. എന്നതുപോലെ ഒരു ഫാർമസി ഡിപ്പാർട്ട്മെന്റില് പ്രധാനമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരുടെ? ഫാർമസിസ്റ്റ് ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ റൺ ബൈ എ ഫാർമസിസ്റ്റ്. ദെൻ ഫാർമസി പ്രൊവൈഡ്സ് ദ ഫോളോയിങ് സർവീസസ്. ഇനി എന്തൊക്കെ സേവനങ്ങളാണ് ഒരു ഫാർമസി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളാണ്, നോക്കി വെക്കുക കേട്ടോ. ഒന്നാമത്തെ ഇതാണ് പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ആണ് പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകള് അല്ലെ, മെഡിക്കേഷൻസ്, ഫാർമസ്യൂട്ടിക്കൽസ് ഇതെല്ലാം തന്നെ പർച്ചേസ് ചെയ്യുന്നതും സപ്ലൈ ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും ആര് തന്നെയാണ്? അവിടുത്തെ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണ്. അറിയാലോ. ഓക്കെ, അപ്പൊ പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്നത് മാത്രമല്ല ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഫുൾ മെഡിക്കേഷൻസ് ഫാർമസ്യൂട്ടിക്കൽ പർച്ചേസ് ചെയ്യുന്നതും അത് സപ്ലൈ ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്യുന്നത് ആര് തന്നെയാണ്? ഫാർമസി. പിന്നെ പറയുന്നത് ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ് ആണ് അല്ലെ. അതായത് ഇപ്പോ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും, ഇൻ പേഷ്യൻസ് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വിതരണം ചെയ്യാം. അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസ് ഉണ്ടായിരിക്കും, കൺസൾട്ടേഷൻ ആയിട്ട് വരുന്ന ഔട്ട് പേഷ്യൻസ് അവർക്കായിട്ടുള്ള മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അറിയാലോ. പിന്നെ വരുന്നത് ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. അത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിംഗ് പോലെ തന്നെയാണ് കേട്ടോ. ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. ഇപ്പൊ വാർഡ് ഫാർമസി എന്ന് പറഞ്ഞാൽ വാർഡിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എത്തിക്കുന്നതിനായിട്ട് വാർഡ് ഫാർമസി ഉണ്ട്. അതുകൂടാണ്ട് ക്ലിനിക്കൽ അല്ലെ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, ദാറ്റ് മീൻസ് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടല്ലോ, അവിടുത്തെ രോഗികൾക്കായിട്ടുള്ള വിതരണം അവിടെ നടക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. ഡോക്ടേഴ്സ് ആർ യൂഷ്വലി ഗിവൺ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ ബൈ ദ ഫാർമസി ടു യൂസ് ആസ് എ ഗൈഡ് കേട്ടോ. ഇതാണ് പറയുന്നത്. പൊതുവെ ഡോക്ടേഴ്സിന് ഫാർമസി എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ, മെഡിക്കേഷൻസിനെ സംബന്ധിക്കുന്ന കുറച്ച് വിവരങ്ങൾ അടങ്ങിയ ഒരു ഗൈഡ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫാർമസി ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കൂ കേട്ടോ, ഫാർമസിക്കകത്ത് പഠിക്കാം. ഡ്രഗ് ഫോർമുലറി എന്നാണ് ഇതിന് പറയാം കേട്ടോ. അതായത് ഇപ്പൊ ഒരു ഡോക്ടർ രോഗികൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ആർക്കറിയണം?
ഡോക്ടർക്ക് അറിയണം അല്ലെ. എന്തെങ്കിലും ഒരു രോഗത്തിന് ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫാർമസിയിൽ ലഭ്യമായിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണെന്ന് അറിയണം അല്ലെ. അതനുസരിച്ചുകൊണ്ടാണ് ഡോക്ടർ എന്ത് ചെയ്യുന്നത്, രോഗികൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അതറിയണമെങ്കിൽ ഫാർമസി എന്ത് കൊടുക്കുന്നുണ്ട്, മെഡിക്കേഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കിക്കൊണ്ടാണ് ഡോക്ടേഴ്സ് കൃത്യമായിട്ട് ഓരോ അവരുടെ ഫാർമസിയിൽ ലഭ്യമായിട്ടുള്ള മരുന്നുകളാണ് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, രോഗികൾക്കായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെ സേവനങ്ങളാണ് ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഫാർമസി എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നത് മാത്രമല്ല, ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളും ഇൻസ്ട്രുമെന്റുകളും സപ്ലൈ ചെയ്യുന്നതും ആര് തന്നെയാണ്, ഫാർമസിയാണ്. ഇതൊക്കെ സേവനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസും ഫാർമസ്യൂട്ടിക്കൽസും ഒക്കെ പർച്ചേസ് ചെയ്യുക, സപ്ലൈ ചെയ്യുക. അതുപോലെ ഇൻപേഷ്യന്റ് ഡിസ്പെൻസിങ്, ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്, പിന്നെ ഡോക്ടേഴ്സിന് അവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ള കുറെ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ ഗൈഡ് എന്നുള്ള രീതിയിൽ ഫാർമസി ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ, മനസ്സിലായില്ലേ? അടുത്തത് കേട്ടോ, 9ാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. എന്താണ്? MRD ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. MRDയുടെ ഫുൾ ഫോം എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ്സിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഓരോ പേഷ്യൻസിനായിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഇന്നത്തെ അധികം സിസ്റ്റം ബേസ്ഡിലാണ്, കമ്പ്യൂട്ടറിലാണ് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ സംവിധാനം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഒരു ഫയൽ പോലെ കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡാണ് കേട്ടോ. അതിനകത്ത് നമ്മുടെ രോഗിയെ പറ്റിയുള്ള എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കേട്ടോ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. This department handles the recording and maintaining all the records on files of inpatients as well as outpatients. Underline ചെയ്തു വെച്ചോട്ടോ. Which department handles recording and maintaining all records and files എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഇതാണ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ, ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ, അവരുടെ എല്ലാവിധ റെക്കോർഡുകളും ഫയലുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? MRD ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇനി നോക്കാം. It is with these records that the medical statistics can be formulated and it serves as a reference for the future purpose. അതായത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലീഗൽ റെക്കോർഡാണ് കേട്ടോ. ഒരു ലീഗൽ റെക്കോർഡ് നിങ്ങൾ പഠിക്കും. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ റെക്കോർഡാണ്. അപ്പൊ ഈ ഒരു മെഡിക്കൽ റെക്കോർഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകളൊക്കെ രൂപപ്പെടുത്തുന്നത്. കാര്യം നമുക്ക് ആ റെക്കോർഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ രോഗിയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രോഗിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എത്രത്തോളം രോഗികൾ അവിടെ വരുന്നത്, എങ്ങനെയുള്ള അസുഖങ്ങളാണ് കൂടുതൽ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള മെഡിക്കൽ റെക്കോർഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകളൊക്കെ രൂപപ്പെടുത്തുന്നത്. അതുപോലെ ഇറ്റ് ഈസ് എ റെഫറൻസ് ഫോർ ദ ഓക്കെ അരീഷ. പിന്നെ അത് മാത്രമല്ല, ഇറ്റ് സെർവ് ആസ് എ റെഫറൻസ് ഫോർ ദ ഫ്യൂച്ചർ പർപ്പസ് കേട്ടോ. ഭാവിയിലെ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗപ്പെടുത്തുന്നത്? മെഡിക്കൽ റെക്കോർഡ്സുകളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കേട്ടോ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, 10ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആ പേരിൽ തന്നെ കുറച്ച് നമുക്ക് മനസ്സിലാക്കാം. മെയിന്റനൻസ് അല്ലെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഫിസിക്കൽ ഫെസിലിറ്റികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇലക്ട്രിക്കൽ സപ്ലൈമെന്റ്, പ്ലംബിംഗ് വർക്കുകൾ, അല്ലെങ്കിൽ എന്താ പറയുക AC അല്ലെ, അങ്ങനെയുള്ള സേവനങ്ങൾ, വാട്ടർ സപ്ലൈ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഫെസിലിറ്റികളാണ് അല്ലെ. ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റില്ല അല്ലെ. ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? വാട്ടർ സപ്ലൈ ഇല്ലാണ്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള പല ഫിസിക്കൽ ഫെസിലിറ്റികളുടെയും മെയിന്റനൻസ് നടത്തുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ചുരുക്കി പറഞ്ഞ എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രവർത്തനക്ഷമമാണ് അല്ലെ, എപ്പോഴും ഒരു ഓപ്പറബിൾ കണ്ടീഷനിലാണ് എന്ന് ഉറപ്പാക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്.
ഓക്കെ, വായിക്കാം നമുക്ക്. This department ensures that the hospital is in operable condition. അല്ലെ, ഒരു ഹോസ്പിറ്റൽ മൊത്തത്തില് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, it makes the plans and performs the various projects for the hospital. അല്ലെ, അതായത് ഈ ഒരു ഹോസ്പിറ്റൽ സിസ്റ്റത്തിന്റെ ഒക്കെ റിനോവേഷൻസിന് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണങ്ങള്, പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത്, പ്രത്യേകിച്ച് അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റികളൊക്കെ എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനുകൾ, പ്രോജക്റ്റുകൾ ഇതൊക്കെ തയ്യാറാക്കുന്നത് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇനി നോക്കാം. This department makes sure that all electrical facilities are in a perfect condition. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഇലക്ട്രിക്കൽ ഫെസിലിറ്റികളും ഒരു എന്താ പറയാ പെർഫെക്റ്റ് കണ്ടീഷൻ ആണെന്ന് ഉറപ്പാക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ they performs repair and replacement work for air conditioning units, plumbing, steel work, etc. അപ്പൊ അതൊക്കെ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ AC എയർ കണ്ടീഷനിങ് വർക്കുകൾ, അതിന്റെ എന്താ പറയാ മാറ്റിവെക്കൽ, അതിന്റെ റിപ്പയറിംഗ് വർക്കുകൾ, സ്റ്റീൽ വർക്കുകൾ, പ്ലംബിംഗ് യൂണിറ്റുകൾ, ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇതും എന്താണ് ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓക്കെ, ക്ലിയർ ആണ് പറഞ്ഞത്? മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇതൊക്കെ നമുക്ക് ഇതിന് വേറെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി ഒരു ഐഡിയ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നത് എന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കണം, മെറ്റീരിയൽ മാനേജ്മെന്റിന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേരാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, അത് മാറിപ്പോകരുത് കേട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതാണ് എന്ത്? മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അത് ആദ്യം പഠിച്ചു വെക്കാം. എന്തായിരിക്കും ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ് മീൻസ് the department is responsible for purchasing all supplies and equipment for the hospital. Underline ചെയ്തിരിക്കുക കേട്ടോ. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്ലൈസുകളും എക്യുപ്മെന്റുകളും പർച്ചേസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെ സപ്ലൈസ് വേണം, അതിപ്പോ ഫുഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഫാർമസി, അങ്ങനെയുള്ള ഇതുമാവാം, എക്യുപ്മെന്റ്സുകളാണ്, ഇൻസ്ട്രുമെന്റ്സുകളാവാം, അതൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. That is called material management department. Okay, clear ആണല്ലോ? അടുത്തത് 12ാമത്തെ ഏറ്റവും അവസാനത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇന്നിപ്പോ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെയാണ് നടക്കുന്നത് അല്ലെ. എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയി കഴിഞ്ഞു. അപ്പൊ അതുപോലെ നമുക്ക് എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനവും വർക്ക് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് നടത്താനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ലെഗസി ആണെന്ന് അല്ലെ. ഓക്കെ, അപ്പൊ അതിനായിട്ട് സഹായിക്കുന്നത് ഏതാണ്? നമ്മുടെ IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. All hospitals today use computers to keep the track of patient records and other medically related affairs. അല്ലെ, നമുക്കറിയാലോ ഇതിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിൽ പേഷ്യന്റ് റെക്കോർഡുകൾ ട്രാക്ക് ചെയ്യാനും മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഹോസ്പിറ്റലുകളിൽ നിന്നും കമ്പ്യൂട്ടറുകളാണ് ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. ഓക്കെ, therefore this department provides technical support. സപ്പോർട്ട് കൊടുക്കുന്നത് ടെക്നിക്കൽ സപ്പോർട്ട് കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. Therefore this department provides a technical support as and when needed and keep the systems updated and provide support when the systems fail. അല്ലെ, എന്താണ് പറയുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള സാങ്കേതിക പിന്തുണ അല്ലെ, ടെക്നിക്കൽ സപ്പോർട്ട്, സാങ്കേതികമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് പ്രത്യേകിച്ച് കീപ് ദ സിസ്റ്റംസ് അപ്ഡേറ്റഡ് അല്ലെ. ഈ പറയുന്ന ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഓഫ് സിസ്റ്റംസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, ലാബിലെ പ്രവർത്തനങ്ങൾ വർക്ക് ഫ്ലോ നന്നായിട്ട് നടത്താനായിട്ട് അങ്ങനെ മൊത്തത്തിൽ HAS ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലുകൾ ഇന്ന് പ്രവർത്തിക്കുന്നത് കേട്ടോ.
They also aim to provide effective online services for the patients and help to keep the entire hospital informed of certain events that take place within the hospital. അത് മാത്രമല്ല നമ്മൾക്ക് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഓൺലൈൻ സേവനങ്ങൾ കൊടുക്കാണ്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പം എല്ലാ ടെലിമെഡിസിൻ സൗകര്യങ്ങളുണ്ട്, പേഷ്യന്റ് പോർട്ടൽ ഉണ്ട്. അപ്പൊ അതൊക്കെ വഴിയായിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം, എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം അല്ലെ. അപ്പൊ അത്തരത്തില് പേഷ്യന്റ് നമ്മുടെ പേയ്മെന്റുകൾ, ബില്ലുകളെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ പേഷ്യൻസിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ സേവനങ്ങൾ കൊടുക്കാനും അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കുന്നതിന് മറ്റും നമ്മൾ എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. 12 എണ്ണമാണ് കേട്ടോ. ഈ 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വിച്ച് ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ എൻറ്റയർ ഹോസ്പിറ്റൽ ക്ലീൻ ആൻഡ് നീറ്റ്? ഏതാണെന്ന് പറയാമോ? വിച്ച് ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ എൻറ്റയർ ഹോസ്പിറ്റൽ ക്ലീൻ ആൻഡ് നീറ്റ്? ഓക്കെ, ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഏതാണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. കറക്റ്റ് ആണ് കേട്ടോ. ശ്രീലക്ഷ്മി, ലക്ഷ്മി, സ്നേഹ, ഓക്കെ, ശില്പ, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഫസാന, നിമ്മി പറഞ്ഞു, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. പിന്നെ വിച്ച് ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സർവിംഗ് ദ ഡയറ്ററി സർവീസസ്? ഓക്കെ, ഡയറ്ററി സർവീസസ് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്, പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. ഓക്കെ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. പിന്നെ the department that is in charge of keeping all the instruments and equipments are എന്താണ്? clean and sterilized. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണത്? ഏത് ഡിപ്പാർട്ട്മെന്റ്? CSST ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഏതാണ്? CSST. കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ പറയുന്ന ആൻസർ ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. ശില്പ, ജോയൽ, ശ്രീലക്ഷ്മി, അഞ്ജലി, ആർലൈറ്റ്, ആവിത, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. CSST ഡിപ്പാർട്ട്മെന്റ്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് കേട്ടോ അതിന് വരിക. അതുപോലെ which department that provides a technical support for the hospital? Hospital technical support കൊടുക്കുന്നത് ഏത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയാമോ? അത് IT അല്ലെ. IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെന്താ? അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് റേഡിയോളജി ലബോറട്ടറിയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളും അവിടെ കഴിയാണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. നമ്മള് മെയിൻ ആയിട്ടുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു, നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയാണ് 3 സബ് ഡിവിഷൻസ്? ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സ് അല്ലെ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ്? സെക്കൻഡ് വൺ എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. തേർഡ് വൺ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് പഠിക്കുന്നത്. അതിന്റെ തന്നെ 3 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്, മറ്റൊന്ന് ഹ്യൂമൻ റിസോഴ്സ് ആണ്, പിന്നെ എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, HR ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ എവിടെയെങ്കിലും വലിയ വലിയ കമ്പനികളിലൊക്കെ ഇന്റർവ്യൂവിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അപ്പൊ നോക്കാം, അത് തന്നെ കറക്റ്റ് ആണ് ശ്രീലക്ഷ്മി. റിക്രൂട്ടിംഗ് സ്റ്റാഫുകൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ദിസ് ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഇസ് ഗിവൻ the aim of recruiting the efficient human resources for the hospital. അല്ലെ, ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിന്, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് പറയുന്നത്, ഒരു ഹോസ്പിറ്റലിന് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സുകളെ, സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമാണോ? പിന്നെ എന്തും കൂടിയാണ്? ഇറ്റ് ആൾസോ ക്രിയേറ്റ്സ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ദ സ്റ്റാഫ് ഹാവ് ടു ഫോളോ ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. അത് മാത്രമല്ല, സ്റ്റാഫുകളെ അത് റിക്രൂട്ട് ചെയ്യുന്നു, അതിനുശേഷം ആ സ്റ്റാഫുകൾ ആ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
It also creates policies and procedures that the staff have to follow in the hospital. പിന്നെന്താണ്, it aims at ensuring employee satisfaction. ഇതാണ് it aims at ensuring employee satisfaction അല്ലെ. അത് പ്രധാനമായിട്ട് എന്താണ്, രോഗികളുടെ സംതൃപ്തിക്കാണ് അവര് ഉറപ്പ് കൊടുക്കുന്നത് അല്ലെ. രോഗിയുടെ രോഗിയല്ലാത്ത സ്റ്റാഫുകൾ, പേഷ്യന്റ് അല്ല, അവിടുത്തെ സ്റ്റാഫുകളുടെ, അവിടുത്തെ എംപ്ലോയീസിന്റെ എന്താണ് സംതൃപ്തി ഉറപ്പാക്കുന്നത് HR ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പാക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ്, അതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് അല്ലെ. എന്താണ്, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കുക അല്ലെ, നല്ല തൊഴിൽ സാഹചര്യങ്ങൾ അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഫോർ ദ എംപ്ലോയീസ് അല്ലെ. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് പണമായിട്ടും പണമല്ലാത്തതായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ഇപ്പൊ പണമായിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവാം, സാലറി, ബോണസ് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടാവാം. അതിന്റെ പണമല്ലാതെ കൊടുക്കുന്ന ഒരുപാട് ബെനിഫിറ്റ്, ഇൻഷുറൻസ്, എന്താ പറയുക, ഫെസിലിറ്റികൾ കൊടുക്കുക, സിക്ക് ലീവുകൾ കൊടുക്കുക അല്ലെ. അതൊക്കെ എന്താണ്, പണമല്ലാത്ത നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റികളാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുക. പിന്നെന്താണ്, it is also responsible for providing compensation for the services rendered by the employees. അത് മാത്രമല്ല, ഇപ്പൊ എംപ്ലോയീസ് കൊടുക്കുന്ന എന്തെങ്കിലും മോശം സേവനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഏത് ഡിപ്പാർട്ട്മെന്റിനാണ്? HR ഡിപ്പാർട്ട്മെന്റിനാണ് കേട്ടോ. കോമ്പൻസേഷൻ ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും മോശം സേവനങ്ങൾ കൊടുക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ ഈ ജീവനക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും മോശം സേവനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെയാണ്? HR ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ, അപ്പൊ HR ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ഓർക്കാനുള്ള പോയിന്റ് എന്താണ്? റിക്രൂട്ടിംഗ് എഫിഷ്യന്റ് സ്റ്റാഫ്സ് ഫോർ ദ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾ വിചാരിക്കുക, സ്റ്റാഫുകളെ തെരഞ്ഞെടുത്തു, അത് ജോലിയിൽ പ്രവേശിച്ചു, അപ്പൊ എന്ത് വേണം? ക്രിയേറ്റ് ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് സ്റ്റാഫ് ഹാവ് ടു ഫോളോ ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. അങ്ങനെ ഓർക്കുക, റിക്രൂട്ട് ചെയ്തു, തെരഞ്ഞെടുത്തതിന് ശേഷം എന്താണ്, ആ സ്റ്റാഫുകൾ ആ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ക്രിയേറ്റ് ചെയ്യുക. പിന്നെന്താണ്, HR ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഇൻഷുവേഴ്സ് ദ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ജീവനക്കാരുടെ സംതൃപ്തി അവർ ഉറപ്പാക്കും. എങ്ങനെയൊക്കെയാണ് സംതൃപ്തി ഉറപ്പാക്കുന്നത്? അത് രണ്ടാമത്തെ അടുത്ത പോയിന്റ് ആയിട്ട് പറയാം. പ്രൊവൈഡിംഗ് ദ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ അല്ലെ, അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കുക, നല്ല വർക്കിംഗ് അവേഴ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലെ. പിന്നെ എങ്ങനെയൊക്കെയാണ്? പ്രൊവൈഡിംഗ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ് അല്ലെ, പണമായിട്ടും പണമല്ലാത്തതുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ they are responsible for the compensation for the services rendered by the employees. അതായത് ഈ പറയുന്ന എംപ്ലോയീസ് കൊടുക്കുന്ന നല്ല സേവനങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ മോശം സേവനങ്ങൾ മൂലം ഉണ്ടാവുന്ന നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെന്റിനാണുള്ളത്? HR ഡിപ്പാർട്ട്മെന്റിനാണ് ഉള്ളത്. ക്ലിയർ ആയോ പറഞ്ഞത്? പോയിന്റുകൾ കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഓർക്കുക കേട്ടോ, HR എന്ന് പറയുമ്പോൾ വെറുതെ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രം അവരുടെ പരിപാടി തീരുന്നില്ല. അവരെ അവരുടെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പാക്കുന്നതും അവർക്ക് വേണ്ട നല്ല തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കുന്നതും അങ്ങനെ എല്ലാം കൊടുക്കുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്തായിരിക്കും? അതായത് സാമ്പത്തികമായിട്ടുള്ള ഹോസ്പിറ്റലിലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരിക്കലും ഒരു സ്ഥാപനത്തിനും പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടുപോകാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാണ്ട് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഫിനാൻഷ്യൽ ആസ്പെക്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി നോക്കൂ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്? ബഡ്ജറ്റ്സ് അല്ലെ, ഒരു ബഡ്ജറ്റുകൾ ഉണ്ടാക്കുന്നു അല്ലെ. നമ്മളിപ്പോ നമ്മുടെ വാർഷിക ബഡ്ജറ്റുകളൊക്കെ ചെയ്യാറില്ലേ? ഒരു വർഷത്തേക്ക് നമ്മൾ കണക്കാക്കും അല്ലെ, നമ്മുടെ റവന്യൂ, നമ്മുടെ എക്സ്പെൻസ് കണക്കാക്കുന്നത് പോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള ബഡ്ജറ്റുകൾ അവരെ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെന്താണ്?
ഫിനാൻഷ്യൽ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള സാമ്പത്തിക ആസൂത്രണങ്ങൾ അവർ നടത്തുന്നു. പിന്നെന്താണ്, ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദ വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഫോർ ദെയർ അപ്ഗ്രഡേഷൻ. അത് മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അല്ലെ, കൂടുതൽ എന്താ പറയാ, നവീകരിക്കുന്നതിന് വേണ്ടി, പരിഷ്കരിക്കുന്നതിന് ആവശ്യമായിട്ട് ഉള്ള എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നല്ല മെച്ചപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ആവണമെന്നില്ല. ചിലത് ഇംപ്രൂവ് ചെയ്യേണ്ട ചില ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സസും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. പിന്നെന്താണ്, ദേ ആൾസോ പ്രൊവൈഡ് വേജ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ സ്റ്റാഫ്. സ്റ്റാഫുകളുടെ വേജ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ, അവരുടെ ശമ്പളത്തെ സംബന്ധിക്കുന്ന വേജ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഓവർസീ ദ പർച്ചേസസ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഫോർ ദ ഹോസ്പിറ്റൽ. അത് മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സപ്ലൈസ്, ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിൽ മേൽനോട്ടം വഹിക്കുന്നതും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നുന്നത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അല്ല, ഇത്തരം സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്ത് വേണം, ഒരു വേണം, ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ സപ്ലൈസ്, ഫാർമസ്യൂട്ടിക്കലൊക്കെ വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടുകളൊക്കെ ആകെ കൊടുക്കുന്നത് നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ പോയിന്റുകൾ ഓർക്കുക, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് എ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? മേക്ക് ബഡ്ജറ്റ്സ് അല്ലെ, ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു. ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെ, ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള ഫിനാൻഷ്യൽ പ്ലാനുകൾ തയ്യാറാക്കുന്നു. And they distribute the financial resources for the departments for their upgradation. അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അപ്ഗ്രേഡ് ചെയ്യുന്നതിന്, പരിഷ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത്, they also provide the wage statements for the employees അല്ലെ, എംപ്ലോയീസിന്റെ വേതന പ്രസ്താവനകള്, വേജ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും. Then they oversee the എന്താണ്, purchases of the medical supplies and pharmacy. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ലാസ്റ്റ് പറയുന്നത് ഏതാണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമ്മൾ പഠിക്കുന്നത് അതാണ് അല്ലെ. നമ്മൾ പഠിക്കുന്ന കോഴ്സ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയായിരിക്കും? അതിലാണ് ഹോസ്പിറ്റലിന്റെ മെയിൻ അല്ലെ, ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹാവിംഗ് the powers of looking after the day-to-day operations of the hospital. അല്ലെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. This department is having the powers of looking after the day-to-day operations of the hospital. ഒരു ഹോസ്പിറ്റലിലെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പരിപാലിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? അതായത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഭരണ വിഭാഗമാണ് അല്ലെ. They look after all the paperwork of hospital and they ensure that every department follows the administrative procedures of the hospital. അവര് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകളും നടത്തുന്നത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ അവിടെ വരുന്നത് ക്ലറിക്കൽ വർക്കുകളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ എന്താ പറയാ പേപ്പർ വർക്കുകളും അവരാണ് നോക്കുന്നത്. അത് മാത്രമല്ല, ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൃത്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയറുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അവര് മെയിനായിട്ട് സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷെ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൃത്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയറുകൾ ഫോളോ ചെയ്തുകൊണ്ട് വേണം അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുന്നത്. അതൊക്കെ ഉറപ്പാക്കേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൾസോ contains organizing and supporting the patient's total medical care during an episode of illness in the hospital. നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ രോഗിയുടെ പരിചരണത്തിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ഓർഗനൈസ് ചെയ്യുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ്? ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇന്റഗ്രേറ്റിംഗ് various functions and services. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇന്റഗ്രേറ്റിംഗ് ദ വാരിയസ് ഫങ്ഷൻസ് ആൻഡ് സർവീസ്. ആ ഒരു ഹോസ്പിറ്റലിന്റെ വിവിധ ഫംഗ്ഷനുകൾ, സേവനങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് സമന്വയിപ്പിച്ചുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്താണ്? അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. നല്ല അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നല്ല ഹോസ്പിറ്റൽ ആയിരിക്കും, നല്ല രീതിയിലായിരിക്കും ആ ഒരു ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും.
ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വിഭാഗങ്ങളാണ് കേട്ടോ. HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ ഫിനാൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇത്രയും ഓക്കെ ആണോ നിങ്ങൾക്ക്? ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് അറിയാമോ? ക്ലിയർ ആണ്. ഓക്കെ, നിസാറിന് ഏത് പോയിന്റ് മനസ്സിലാവാത്തത്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് പോയിന്റ് ആണോ പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവിന്റെ ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൾസോ കണ്ടെയ്ൻസ് organizing and supporting the patient's total medical care during an episode of illness in the hospital. അതായത് ഒരു ഹോസ്പിറ്റലില് രോഗി അഡ്മിറ്റ് ആയി അവരുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആ ഒരു മുഴുവൻ സമയത്തും അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കുന്നത് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നല്ലൊരു സേവനങ്ങൾ ആ പേഷ്യന്റിലോട്ട് എത്തിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, നല്ല അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് മാത്രമല്ല ഈ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ സേവനങ്ങളെയും നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് അല്ലെ, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, HR ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അല്ലെ, അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? റിക്രൂട്ടിംഗ് ദ എഫിഷ്യന്റ് സ്റ്റാഫ് അല്ലെ. ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകള്, എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ, ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ, സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക. പിന്നെ മാത്രമല്ല അങ്ങനെ റിക്രൂട്ട് ചെയ്ത് അവരവിടുത്തെ സ്റ്റാഫുകളായിരിക്കട്ടെ, അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ അവരുടെ എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക. എങ്ങനെയൊക്കെ നമുക്ക് ജീവനക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താൻ പറ്റുക? അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കുക, പ്രൊവൈഡിംഗ് ദ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അതുപോലെ അവർക്ക് പ്രൊവൈഡിംഗ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പണമായിട്ടുള്ളത്. മോണിറ്ററി മീൻസ് പണമായിട്ടും നോൺ മോണിറ്ററി മീൻസ് പണമല്ലാത്തതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കും. അവർക്ക് പെയ്ഡ് ലീവ് അല്ലെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് ഫെസിലിറ്റികൾ, ഇതൊക്കെ നമ്മൾ പണമല്ലാതെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അല്ലെ. അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക. ലാസ്റ്റ് പോയിന്റ് ഇതാണ് പറയുന്നത്, ഇറ്റ് ഈസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിംഗ് കോമ്പൻസേഷൻ. കോമ്പൻസേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കാന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഫോർ ദ സർവീസസ് റെൻഡേർഡ് ബൈ ദ എംപ്ലോയീസ്. അതായത് ഈ പറയുന്ന എംപ്ലോയീസുകൾ കൊടുക്കുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് നല്ല സേവനം ആവണമെന്നില്ല. എന്തെങ്കിലും ഇപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സേവനങ്ങളിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ പോരായ്മകളൊക്കെ വരികയാണെങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന നഷ്ടപരിഹാരം അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏത് ഡിപ്പാർട്ട്മെന്റിനാണുള്ളത്? HR ഡിപ്പാർട്ട്മെന്റിനാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ചികിത്സാ പിഴവുകൾ വന്നു അല്ലെ, ആണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് മൂലം രോഗിക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് അവിടുത്തെ HR ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഒരു വലിയൊരു ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ പഠിച്ചു വന്നപ്പോ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ, കാര്യം ഇതിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്കിപ്പോ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റൽ എന്താണ്, അവിടെ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, എന്തൊക്കെയാണെന്നുള്ളൊരു ജനറൽ ഐഡിയ നമുക്ക് കിട്ടിയില്ല. ഡീപ്പായിട്ടുള്ള നോളജ് വേണ്ട, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് മനസ്സിലായി. ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കുക. അത് മാത്രമാണ് ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കുക, ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ 2ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തത് കേട്ടോ. IPD എന്നും OPD എന്നും നമ്മൾ 2ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തു കേട്ടോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന പ്രത്യേക സേവനങ്ങളുണ്ട്, അത് ആ ഒരു ടാബുലർ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ 24 എണ്ണം പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് നോക്കണം കേട്ടോ. പിന്നെ ചില ഡിപ്പാർട്ട്മെന്റിലെ ചില സിസ്റ്റം ഓർഗൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ പഠിക്കാം. പിന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് 12 എണ്ണമാണ് കേട്ടോ നമ്മൾ പഠിച്ചത്, 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ, പിന്നെ 3 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഇങ്ങനെ നിങ്ങളോട് ചോദിക്കാം, ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നിട്ട് അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണോ അതോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ അങ്ങനെ ചോദിക്കും.
ഓക്കെ, ഇപ്പൊ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നിട്ട് ഇപ്പൊ താഴെ തന്നിരിക്കുന്നതില് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് അറിയണം നമുക്ക് ഏതാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഏതാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, ഏതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കേട്ടോ. അപ്പൊ നമുക്ക് നാളെ ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ നാളെ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. മൊഡ്യൂൾ 1 ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. അത് നാളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ICU. അപ്പൊ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പല ഡിപ്പാർട്ട്മെന്റിന്റെ നിങ്ങൾ പ്രത്യേക ചാപ്റ്റർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ICUവിനെ പറ്റി പഠിക്കാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ, പിന്നെ എന്റെ ക്ലാസ്സുകൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ വല്ല സ്പീഡ് കൂടുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ തന്നെ പറയണം കേട്ടോ. ഓപ്പണായിട്ട് പറയാം, അതൊരു പ്രശ്നമില്ല. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതൊന്നും എടുക്കണ്ട. പരമാവധി എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് എന്നാലാണ് ഞങ്ങൾക്കും അതിനനുസരിച്ച് മാറാനും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. പ്രത്യേകിച്ച് നമുക്കിത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പൊ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾക്ക് സംഭവങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഓക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഓക്കെ ആണ്, മനസ്സിലാവുന്നുണ്ട്, അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് മെസ്സേജ് ഇടാം. ഓക്കെ, നമ്മൾ പറയേണ്ടത് പരമാവധി ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ നോക്കാം. ക്ലാസ്സിൽ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അല്ലാത്തവര് റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, മിസ്സാവുന്ന ക്ലാസ്സിൽ റെക്കോർഡഡ് ക്ലാസ് കിട്ടുമല്ലോ, അത് കാണാം കേട്ടോ. അപ്പൊ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ഡെയിലി എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും ഡെയിലി എടുക്കുന്ന കാര്യങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും വായിക്കാനായിട്ട് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും, മറ്റുള്ള ജോലികൾ ചെയ്യുന്നതിലുണ്ടാവും, വീട്ടിലെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം വായിക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. ഓക്കെ 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 ശരി. ഓക്കെ കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ICU എടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ശരി. താങ്ക് യു മിസ്. Thank you, miss. താങ്ക് യു മിസ്.